ഇങ്ങോട്ട് നോക്കണം, ഇത് ഞാനാ കുഞ്ഞനുറുമ്പ്. ഹാ? എന്താടേ ഒരു മ്ലാനത? എനിക്ക് ചില കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ വെറും ആഗ്രഹങ്ങളായി തുരുമ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. എന്തോന്ന് ആഗ്രഹം പറ. എനിക്ക് ഒരു പണക്കാരനാവണം, കാറിൽ വിലസണം, ആഡംബര ജീവിതമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ഇത്രയുള്ളൂ? ആഡംബര ജീവിതം നയിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്ത് വഴി? പറ, വേഗം പറ. നീ ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം. ആഡംബര ജീവിതം നയിക്കുന്നത് നീ സ്വപ്നത്തിൽ കാണും. ഫ്രീക്കു, നിനക്കൊരു കാര്യമറിയോ? കുഞ്ഞനുറുമ്പ് പറയുന്നതുകൊണ്ട് കുഞ്ഞൻ കാര്യമാണെന്ന് വിചാരിക്കില്ലെങ്കിൽ പറയാം. ശരി, പറ. ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷേ അത് അത്യാഗ്രഹമാകുമ്പോൾ ആപത്തിലേക്ക് നയിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണമാകുന്നത്. നിനക്കെന്തൊക്കെ സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. പ്രകൃതിയെയും സഹജീവികളെയും കാണാനും കേൾക്കാനും നിനക്ക് സാധിക്കുന്നില്ലേ? സ്വന്തമായി നടക്കാം, ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കാം. എന്നാൽ നീ യഥാകൊമ്പത്തേക്ക് ആഗ്രഹിക്കുമ്പോൾ ഈ സൗഭാഗ്യങ്ങൾ മറക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ സൗഭാഗ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നീ കുഞ്ഞനാണേലും ഒരു കില്ലാടിയാണല്ലോ. എന്താണ് ആശാനെ ഒരു ചിന്ത? അത് പിന്നെ നമുക്ക് കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവനാകാനാണോ പറയുന്നത് മുഴുവൻ കേൾക്കടാ. പറ ആശാനെ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം. ഇനി മുതൽ നമുക്ക് നല്ല പുത്തൻ ഉടായ്പകളുമായി രംഗത്തേക്ക് ഇറങ്ങണം. അപ്പൊ നന്നാവാൻ ഉദ്ദേശമില്ലേ? എന്തോന്ന് നന്നാകാൻ? ഉടായ്പകളില്ലാതെ ഈ ചുടായ്പൻ എന്തിന്? അത് പിന്നെ ഞാൻ വിചാരിച്ചു മേലു നൊന്തപ്പോ ആശാൻ ഉടായ്പകളൊക്കെ നിർത്തിയെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ പോയിക്കോ ശിഷ്യ. പോകാനോ? തരികിടകളും തമ്മിലടിപ്പിക്കലും കുലത്തൊഴിലായി കരുതി ജീവിക്കുന്ന ചുടായ്പൻ ആശാനെയാണ് എനിക്കിഷ്ടം. പറ ആശാനെ, എന്താണ് നമ്മുടെ പുതിയ പദ്ധതി? പുതിയതല്ലടാ, പഴയ നടപ്പിലാകാത്ത ഒരു പ്ലാൻ നമുക്ക് പൊടി തട്ടിയെടുത്ത് നടപ്പിലാക്കണം. അതെന്താണാവോ? ആ പുള്ളിപ്പുലിയെയും സിംഹത്തെയും തമ്മിൽ തല്ലിക്കണം. അവർ രണ്ടുപേരും ഇപ്പൊ മുട്ടൻ വഴക്കില. ആ മണ്ടന്മാനിനെ പിടിക്കാൻ പോയതിന് സിംഹത്തെ മരത്തിൽ കെട്ടിയിട്ടതൊന്നും ആശാൻ അറിഞ്ഞില്ലേ? പുള്ളിപ്പുലി സ്വന്തം കാര്യം വന്നപ്പോ സിംഹത്തെ രക്ഷിക്കാതെ സ്ഥലം വിട്ടു.